മലയോര മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ കോട്ടയം ഈരാറ്റുപേട്ടയിൽ സൃഷ്ടിച്ചത് കനത്ത നാശനഷ്ടം. നിരവധി കടകമ്പോളങ്ങളിൽ വെള്ളം കയറിയത് മൂലം വലിയ നാശമാണ് സംഭവിച്ചത്. നാടിനെ വീണ്ടെടുക്കാൻ ഊർജിതമായ പരിശ്രമമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. മീനച്ചി താലൂക്കിൻ്റെ മലയോര പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ കനത്ത നാശനഷ്ടം വിധിച്ചിട്ടുണ്ട്. അതിലേറ്റവും അധികം നാശം നേരിടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഈരാറ്റുപേട്ട. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ട മുട്ടം ജംഗ്ഷൻ സമീപമുള്ള പ്രദേശത്താണ്. ഇവിടെ ഇപ്പോൾ ഈ പാലത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. ഇപ്പോൾ വെള്ളം ഇറങ്ങിയ അവസ്ഥയാണ്. എന്നാൽ ചെളികൾ മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ക്ലീനിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മുൻ മന്ത്രി കൂടിയായിട്ടുള്ള VN വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഏറെ നാശം വിതച്ച ഒരു പ്രദേശമാണ്. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. എങ്ങനെ കാണുന്നു? മാലിന്യങ്ങൾ കെട്ടിക്കിടന്നത് മാത്രമല്ല, ഒരുപക്ഷെ ഈരാറ്റുപേട്ട ടൗണിൻ്റെ ചരിത്രത്തിൽ ഇതേപോലെ ഭയാനകമായൊരു അന്തരീക്ഷം ഉണ്ടായ സന്ദർഭം ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ പഴമക്കാർ ഇപ്പം ഞങ്ങളോട് സംസാരിച്ചു പറഞ്ഞത്. മിക്കവാറും ഇവിടുത്തെ പ്രധാനപ്പെട്ട കടകളിലെല്ലാം വെള്ളം കയറി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഫർണിച്ചർ കട കണ്ടിട്ടുണ്ട്, അപ്പുറത്തെ പലചരക്ക് കട കണ്ടു, അരിയൊക്കെ വെള്ളത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ സ്റ്റേഷനറി കടകൾ, എല്ലാ കടകളിലും വെള്ളം കയറിയിരിക്കുന്നു. അപ്പോൾ രാത്രി ഇവിടെ ഈ പ്രധാന പാത, ഈ പാലം മൂടിക്കഴിഞ്ഞപ്പോൾ വെള്ളം കയറി മൂടി പച്ചപ്പയോറുകൾ വന്ന് അടഞ്ഞു. അതോടുകൂടി വെള്ളം തള്ളുകയായിരുന്നു പട്ടണത്തിലേക്ക്. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയേറെ വലിയ നാശനഷ്ടങ്ങൾ ഈ ടൗണിൽ ഉണ്ടാവാൻ ഇടവന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ ഇവിടെ ടീം എമർജൻസിയും മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ഇറങ്ങി നടത്തിയ ഏറ്റവും നല്ല പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പ്രധാനമായി ഇതിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ ഇപ്പോൾ തള്ളി നീക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടെല്ലാം പൂർണ്ണമായില്ല. ഇനി ഇത് സഞ്ചാരയോഗ്യമായ പാതയാക്കി മാറ്റണമെങ്കിൽ വലിയ രൂപത്തിലുള്ള ഭഗീരഥ പ്രയത്നം നടക്കേണ്ടതുണ്ട്. ഒപ്പം കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഈ കച്ചവടക്കാർക്കൊക്കെ ഒരു നഷ്ടപ്രതിഫലം കൊടുക്കാൻ ഗവൺമെൻറ് അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടേണ്ടതാണ്. ഒപ്പം മരണമടഞ്ഞവരുടെ ആശ്രിതർക്കുള്ള ധനസഹായവും അടിയന്തരമായി കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം എന്നുള്ളതാണ് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത്. വ്യാപകമായ നാശനഷ്ടമാണ് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. നിരവധി കടകമ്പോളങ്ങളിൽ വെള്ളം കയറി വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടീം എമർജൻസി പ്രവർത്തകർ ഉൾപ്പെടെ സന്നദ്ധ പ്രവർത്തനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ടോ? ഞങ്ങൾ വെളുപ്പിന് 2 മണി മുതൽ ഇവിടെ സന്നദ്ധ പ്രവർത്തനവുമായിട്ട് ഞങ്ങളുണ്ട്. ഇപ്പോൾ നിലവിൽ വീടുകൾ ഒരുപാട് നാശനഷ്ടങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നു. അതെ, ഇന്നലെ ഒരു 1:30 മണി മുതൽ ഭയങ്കരമായ വെള്ളമായിരുന്നു. കോട്ടയം ജില്ല കണ്ടതിൽ ഏറ്റവും വലിയ വെള്ളം എന്ന് വേണം പറയാൻ. അത്രയും ഭയങ്കരമായ അവസ്ഥയിലായിരുന്നു. ഒത്തിരി വീടുകൾ, അതുപോലെ കടകൾ, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈരാറ്റുപേട്ട വലിയൊരു ദുഃഖമാണ് ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈരാറ്റുപേട്ട കണ്ടിട്ടില്ലാത്തതിനെ പോലുള്ള സമാനതകളില്ലാത്ത ഒരു പ്രളയമാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നാട്ടുകാർ ഒന്നടങ്കം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.